ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിപ്പം മൂന്നാറാണുള്ളത്. എൻ്റെ മൂക്കും മണ്ടയൊക്കെ അടച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. പക്ഷേ ഇന്നലെ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ചെറിയൊരു ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, അല്ല വേറൊന്നും ലോങ് വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്നലെ ഒരു വൈകുന്നേരമൊക്കെ ഇപ്പോൾ ഇവിടെ എത്തി. നമ്മളിപ്പോൾ ഒരു റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. രാവിലെ എല്ലാവരും ഭയങ്കര ഉറക്കമാണ്, ആരും എണീറ്റിട്ടില്ല. എണീറ്റിട്ട് ഞാൻ റിസോർട്ടിൻ്റെ അകമൊക്കെ കാണിച്ചു തരാം, റൂമൊക്കെ. അപ്പോൾ ഞാൻ പുറത്തിവിടെ ബാൽക്കണി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ബാൽക്കണി ഇരിക്കുമ്പോൾ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. ഇവിടെ സമയം 6:30 ആയിട്ടുള്ളൂ, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ ഗൈസ്, ഇതാണ് ഫ്രണ്ടിലത്തെ വ്യൂ. നല്ല അടിപൊളി വ്യൂ, ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ. രാവിലെ ആകണ്ടേ. ഫ്രണ്ടിൽ അടിപൊളി ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അവിടെ ഗൈസ് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഗൈസ് ഇവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരികയാണ്. ഭയങ്കര ഭംഗി കാണാൻ. അതായത് മുഖത്ത് തന്നെ വെട്ടടിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് കണ്ടോ ഗൈസ്, എന്തൊരു ഭംഗിയാണ് കാണാൻ. അത് ഈ ചെടികളൊക്കെ അടിക്കണമെന്ന് ഭയങ്കര രസം. ഗായ്സ് അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. ഞങ്ങൾക്ക് റിസോർട്ടിനെ കാണിച്ചു തരാം. ഇത് നമ്മൾ കഴിക്കാൻ പോവുക. എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ് താഴോട്ട്, റെസ്റ്റോറൻറ്റിലോട്ട്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് എത്തിയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളിവിടെ റൂമിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഹലോ, ഞാൻ ഇന്നലെ ഇവൻ്റെ ജാക്കറ്റ് കളർ വാങ്ങിച്ചു ഗൈസ്. ഭയങ്കര തണുപ്പായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിരിക്കുകയാണ്. അല്ലേ ഗൈസ്, ഇതാണ് നമ്മൾ നടന്നു പോണ വഴി. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾക്കിവിടെ ബൊഫയാണ്. ഇവിടെ എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇഡലി ഉണ്ട്, പിന്നെ ഇതെന്താ പൂരി, പിന്നെ ഇവിടെ സാമ്പാർ, ഉരുളക്കിഴങ്ങ് കറി, ചട്നി ഉണ്ട്, പിന്നെ ബ്രെഡ് ടോസ്റ്റും ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എടുത്തു. ഞാൻ ഇവിടെ പൂരിയാണ് എടുത്തത്, പൂരിയും ഇഡലി എടുത്തു. വ്ലോഗ് ഹായ്, ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ട് ഭാഗം. ഇത് ഫ്രണ്ടാണ്, സൈഡ് ഫ്രണ്ട് അല്ല, സൈഡ് മാറിപ്പോയി. ഇതല്ലേ ഫ്രണ്ട് ഗൈസ്, ഇതാണ് ഫ്രണ്ട് ഭാഗം. ഗൈസ് ഈ റിസോർട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പോകും. റാരീസ് മിസ്റ്റി റിസോർട്ട് മൂന്നാർ. ഗൈസ് അവിടെ നല്ല കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് എൻട്രൻസ്. ഇവിടെയാണ് എൻട്രൻസ്. അതെ, പക്ഷെ നല്ല രസമുണ്ട്. ഗൈസ് അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇനി റൂം കാണിച്ചു തരാം. അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഉണ്ടോ, ഇവിടെ കിളിക്കൂടൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇതുവഴി കയറിപ്പോ. ഇവിടെ ഇരിക്കാനായിട്ട് ഒരു 2 സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല രസമുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിലൊരു മിറർ.
റൂമാണ് എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. മാറാ മാറാ മാറ്. ഇത്ര ഉള്ള കാശ് റൂം. പിന്നെ ബാൽക്കണി. ബാൽക്കണി അടിപൊളിയാണ്. ഗൈസ് ഇത്ര ഉള്ളൂ റൂം ടൂറ്. പിന്നെ റിസോർട്ടിൻ്റെ ഫ്രണ്ടൊക്കെ നേരത്തെ കാണിച്ചു തന്നല്ലോ, അത് തന്നെ. ഇപ്പം നല്ല കോട ഇറങ്ങുന്നുണ്ട് ഫ്രണ്ടിൽ. നല്ല തണുത്ത കാറ്റും ഉണ്ട്, വെയിലും ഉണ്ട്. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. എന്താ പറയാൻ വന്നപ്പോ? ഹോട്ടലിലോട്ട് പോയാണ്. ഇവിടെ 1 day സ്റ്റേ ഉള്ളായിരുന്നു. ഓ അടുത്തടുത്ത്. ഞങ്ങളിവിടെ ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തിയാണ്. ഭയങ്കര വെയിൽ, അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ചെറിയൊരു അരുവി പോലെയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നല്ല വെയിലാണ്, തണുപ്പുണ്ട്, ഭയങ്കര വെയിലുമാണ് ഇവിടെ. പക്ഷെ ഭയങ്കര ഭംഗി. മൂന്നാറിൽ ഇത്രയും നല്ല സ്ഥലമൊക്കെ ഉണ്ടെന്ന് ഇതുവരെ അറിഞ്ഞുകൂടിയത്. നമ്മൾ ഉള്ളിലോട്ടാണ് റിസോർട്ട് എടുത്തത്. അപ്പം ഉള്ളിലോട്ടാണ് ഇത്രയും അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉള്ളത്. സിറ്റി ഏരിയയിലോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റൂല. എല്ലാവരും ഭയങ്കര ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്ഥലം. ഗായ്സ് അടുത്ത് നമ്മൾ ബോട്ടിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ സ്ഥലത്തെത്തി. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ബോട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കയറാൻ വേണ്ടി നമുക്ക് എൻട്രി ടിക്കറ്റ് ഒക്കെ എടുക്കണം. എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ മാത്രമേ താഴ്ന്ന് ബോട്ടിങ്ങിൻ്റെ പാസ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. ഗൈസ് ഇവിടെ മൊത്തം കോടയാണ്. നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല. നമ്മൾ എങ്ങോട്ട് പോകണം ചേച്ചി? ഇപ്പോൾ നമ്മൾ വട്ടവട പോണ വഴിയാണ്. പക്ഷെ ഇവിടെ മൊത്തം മഞ്ഞാണ്, ഒന്നും കാണാൻ വയ്യ. അതുകൊണ്ട് സൈഡിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുക. കോടയാണ്, കോട കാണാൻ പറ്റിയ സമയമാണ്. അതെ, ഭയങ്കര മഴയല്ല, മഞ്ഞ്. ഫ്രണ്ടിലൊന്നും കാണാൻ വയ്യ. ഫ്രണ്ട് കിടക്കുന്നേ. ഗൈസ് തണുക്കുന്നു. അതൊന്നും കാണാൻ പറ്റില്ലല്ലേ?
നമ്മളിവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ പറ്റിയിരിക്കുകയാണ്. അത് മാത്രമല്ല ഇവിടെ വണ്ടി ഓട്ടിക്കാനൊന്നും കാണാൻ വയ്യ, അതുകൊണ്ട് ഇവിടെ നിർത്തി. നമ്മള് വട്ടവട പോകുന്നില്ല, കാരണം ഇവിടെ മൊത്തം മഞ്ഞാണ്. ഫ്രണ്ടില് കോട ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വഴിയിൽ ഒരു നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിർത്തി. ഇവിടെ മഴ ഉണ്ട്, മഴ പെയ്യുന്നുണ്ട്. നമ്മൾ നിർത്തിയത് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഫ്രണ്ട് മൊത്തം കോടയാ. ഗായ്സ് ഇവിടെ ഭയങ്കര മഴയാണ്, എല്ലാവരും മഴ നനഞ്ഞ് കുളിച്ച്. നാട്ടിൽ ഇപ്പോഴും ഫോട്ടോ എടുക്കണേ ഉള്ളൂ. ഭയങ്കര തണുപ്പും മഴയാണ്. ഇതിലും ഇപ്പോഴും ഫോട്ടോഗ്രാഫി നടക്കണേ ഉള്ളൂ. ഗായ്സ് അങ്ങനെ ഒരുവിധം നനഞ്ഞ് കുളിച്ച് എല്ലാവരും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് BGM ഒരാള് അയ്യോ അമ്മോ, അയ്യോ അമ്മോ, അപ്പോൾ ഗായ്സ് അങ്ങനെ നമുക്ക് ഒരിടവും പോയി കാണാൻ പറ്റിയില്ല, കാരണം ഫുള്ള് കോടയായിരുന്നു. അതുകൊണ്ട് വണ്ടി ഓടിച്ച് ഒരിടത്തും പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് തിരിച്ച് സ്ഥിരം വരുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. സ്ഥിരം വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് എപ്പോഴും ഇവിടെയാണ് നമ്മൾ കഴിക്കാൻ വന്നത്. അങ്ങനെ അവിടെ തന്നെ തിരിച്ചു പോയി ഓരോരുത്തർ ഓരോ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് റൂം, വാഷ്റൂം. ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു TV യും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബും ഉണ്ട്. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു റൂമാണ്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇന്നലെ ഇവിടെ ഇറങ്ങി സ്റ്റേ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് നിങ്ങൾക്ക് കാണിച്ചത് മൂന്നാർ ക്യാപ്സിൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് കാണിച്ചത്. ആ ഹോട്ടൽ അത്യാവശ്യം അടിപൊളിയായിരുന്നു. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എപ്പോഴും വരുന്നു റെസ്റ്റോറൻറ്റിൽ തന്നെ കഴിക്കാൻ തോന്നി. വന്നപ്പോൾ തൊട്ട് ഇവിടെ നിന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേറെ വീട്ടിൽ കുട്ടികളൊക്കെ വന്നു. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി തുടങ്ങി. മസാല ദോശ കഴിക്കാൻ സമ്മതിക്കത്തില്ല. നീ കഴിച്ചോ? വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന മസാല. ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ല. ഇവിടെ 2 വലിയ ഗീ റോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇവർക്കുള്ളത്. എന്നാ പിന്നെ കഴിച്ച് നമ്മൾ കഴിച്ചിട്ട് വരാം. എല്ലാവർക്കുള്ള ഫുഡ് എത്തി. അപ്പം മസാല ദോശ, ഞങ്ങൾ 2 മസാല ദോശ പറഞ്ഞു. അവിടെ ഗീ റോസ്റ്റ്, പിന്നെ അവിടെ പൂരി മസാലയും അപ്പമൊക്കെ വന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ അടുത്തൊരു കാപ്പിപ്പൊടി ചായപ്പൊടി വിൽക്കുന്ന കടയിൽ കയറി. ഇവിടെ നിന്നൊരു ചായപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. മൂന്നാർ വന്നതിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ. പർച്ചേസ് ചെയ്ത് വാങ്ങിക്കാം ചായപ്പൊടി. ഹലോ ഹലോ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു തേയിലത്തോട്ടം കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഗായ്സ് അങ്ങനെ ഞങ്ങൾ അവിടെ തേയിലത്തോട്ടത്തിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് എടുക്കാനാണ് എല്ലായിടത്തും നിർത്തുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി. പിന്നെ ഞങ്ങൾ ഒരിടത്തോട്ട് പോയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടാണ് പോയത്. ഇത് എടുത്തിട്ട് ഏതാണ്ട് 1 മാസമൊക്കെ ആയി. ഈ വ്ളോഗ് എടുത്തിട്ട് ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. ഓക്കെ ബൈ.